അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ് ആദ്യം നമ്മൾ പഠിച്ചിരിക്കണം. ഫംഗ്ഷൻ എന്താണെന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ബേസിക് കോഡിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോയി കാണുക. അപ്പോൾ ആ ഫംഗ്ഷൻ എന്താണ് പ്രോപ്പറായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പോയി ഒന്ന് മസ്റ്റായിട്ടും കാണുക. ഇനി എന്താ ഫംഗ്ഷൻ എന്നുള്ളതൊരു ചെറിയ രീതിയിൽ ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരാം. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ്. അതായത് അതിൽ കുറച്ച് വേരിയബിൾസ് കാര്യങ്ങളും പിന്നെ നമുക്ക് വേണ്ട ഓപ്പറേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ആ ഫങ്ഷൻസിനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഡിക്ലെയർ ചെയ്ത് വെച്ച് ഡിക്ലെയർ ചെയ്യുക വെച്ചാൽ ഫംഗ്ഷൻ ഉണ്ടാവും. ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ എന്നുള്ള ഒരു കീവേഡ് ഉണ്ടാവും. അതായത് ഫംഗ്ഷൻ എഴുതിയിട്ടൊരു കീവേഡ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത് തന്നെ ഫംഗ്ഷൻ്റെ നെയിം എന്താണോ ആ നെയിം ഉണ്ടാവും. എന്നിട്ട് എന്തെങ്കിലും ഓപ്പണിംഗ് ബ്രാക്കറ്റും അതുപോലെ ക്ലോസിംഗ് ബ്രാക്കറ്റും ഉണ്ടാവും. പിന്നെ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് ഓപ്പറേഷൻസ് നമുക്ക് എന്താണോ വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഫംഗ്ഷനിൽ കീവേഡ് കണ്ട് അതിൻ്റെ നെയിം പിന്നെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണ് ഇത് ഫംഗ്ഷനാണ്. അപ്പോൾ ഇനി ഫംഗ്ഷൻ ആകുമ്പോൾ എന്തിനാണ് ഫംഗ്ഷൻ, നമ്മളതിൽ ചിന്തിക്കുന്നത് എന്തിനാണ് ഒരു ഫംഗ്ഷൻ എന്നുള്ളത്. ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളിത് എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേറ്ററിൻ്റെ ഉദാഹരണം പറയാം. ഞാനത് ബേസിക് കോഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിന് ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒരു കാൽക്കുലേറ്റർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഞാൻ എന്താ ഒരു 10 + 20 ഇല്ലെങ്കിൽ ഒരു ചായക്കട, ഫോർ എക്സാമ്പിൾ അവിടെയും പറഞ്ഞ ചായക്കടയാണ്, ഇവിടെയും പറയുന്ന ചായക്കടൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ചായക്കടയിൽ നമ്മൾ പോയി 10 റുപ്യ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ചായയും പിന്നെ അതുപോലെ ഒരു കടിയും തിന്നും. അപ്പോൾ 20 റുപ്യ അല്ലേ. 10 റുപ്യ ചായക്കും ഈ 10 റുപ്യ കടിക്കും നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും സ്നാക്സിന്. എന്നിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ചായക്കടക്കാരൻ്റെ അടുത്ത് പറയും നമ്മൾ ഒരു ചായ ഒരു കടി. അപ്പോൾ എന്ത് ചെയ്യും, ആൾ 10 + 10 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യും ഈ 10 + 10 എത്രയെന്നുള്ളത് നമുക്ക് കിട്ടാം അല്ലേ. വീണ്ടും ഒരുത്തം വന്നു, ഓൻ പറയും ഞാൻ ഒരു ചായ 2 കടി എന്നുള്ളത് രീതിയിൽ വന്ന് പറയും. അപ്പോൾ ആളെന്ത് ചെയ്യും 10 + പിന്നെയും 10 പിന്നെയും 10 എന്നിട്ട് 30 റുപ്യ ആയിരുന്നാവും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം, വീണ്ടും 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 വീണ്ടും, അതായത് ഈ കാൽക്കുലേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്താ വെച്ചാൽ, അതായത് കാൽക്കുലേറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ എഴുതി 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 ആൾ മാനുവലി കണക്കൂട്ടണം. അല്ലാത്ത കേസ്, ഈ കാൽക്കുലേറ്ററിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. അതായത് അഡീഷണൽ എന്നുള്ള ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നുണ്ട്. ആൾ ഒരു കടി എന്ന് പറയുമ്പോൾ 10 ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓപ്പറേഷൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആൾ ഓരോ വട്ടം വരുമ്പോൾ മാനുവലി കണക്കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആളെന്ത് ചെയ്താൽ മതി, എത്രയാണോ എന്നുള്ള കണക്ക് മാത്രം കൊടുത്താൽ മതി. ആ ഓപ്പറേഷൻ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് മൈനസ് ആണെങ്കിൽ മൈനസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി, പ്ലസ് ആണെങ്കിൽ പ്ലസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഒരു വട്ടം ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ നെയിം വെച്ചിട്ട് മൾട്ടിപ്പിൾ ടൈം നമുക്ക് വിളിച്ചാൽ മതി. ഓക്കെ, ഒരു വട്ടം ഡിക്ലെയർ ചെയ്താൽ മതി, മൾട്ടിപ്പിൾ തവണ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റീയൂസബിൾ ആണ്. അതായത് നമുക്കൊരു കോഡിന് നമ്മളൊരു സ്ഥലത്ത് ഫംഗ്ഷനൊക്കെ എഴുതി വെച്ചാൽ ആ നെയിമിൽ മൾട്ടിപ്പിൾ തവണ നമുക്ക് വിളിച്ചാൽ മതി. കോഡിൻ്റെ റീഡബിലിറ്റി ഉണ്ടാവും. അതായത് കൂടുതൽ ഒരേ കോഡ് വീണ്ടും വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഒരു വട്ടം എഴുതിയതിനെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതിനാണ് നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ പർപ്പസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ഇതിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഫംഗ്ഷൻ എങ്ങനെ എഴുതുക എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി എന്താ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനിത് എല്ലാം ഒന്ന് കളഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ, ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ആകുമ്പോൾ ഫംഗ്ഷൻ എന്നുള്ള നെയിം കീവേഡ് ഉണ്ടാവും. ആ ഫംഗ്ഷൻ എന്നുള്ളത് എഴുതി, ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എഴുതി, സ്പേസ് കൊടുത്തു, ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കണം. നെയിം എന്തിനാണ്, കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഉപയോഗിക്കണമെങ്കിൽ ഫംഗ്ഷൻ്റെ നെയിം വെച്ച് കോൾ ചെയ്യണം. അതിനാണ് എന്ത് പറയുക, ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുക. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫംഗ്ഷൻ എഴുതി ഒരു നെയിം കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം, ഒരു നെയിം, ഇപ്പോൾ ആഡ് എന്നുള്ള നെയിം ഞാൻ കൊടുക്കുകയാണ്. ആഡ് എന്നുള്ള അഡീഷണൽ ആണല്ലോ, അപ്പോൾ അഡീഷണൽ കൊടുത്തു. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, പിന്നെ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ console.logൽ ഞാൻ എന്ത് ചെയ്തു, 10 പ്ലസ് എന്ത് ചെയ്യുന്നു, 10 പ്ലസ് എന്ത് ചെയ്യുന്നു 11 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് സേവ് ചെയ്യുന്നു. സേവ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഔട്ട്പുട്ട് കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഔട്ട്പുട്ട് കാണുന്നുണ്ടോ? കാണുന്നില്ല. കാരണം എന്താ, ഇതിനെ കോൾ ചെയ്തിട്ടില്ല.
ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അതിന് വേണ്ടി ആഡ് എന്നുള്ളത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോൾ ചെയ്യുന്ന എങ്ങനെ, ഫംഗ്ഷൻ്റെ നെയിം വിളിക്കുക, നെയിം വിളിച്ചതിന് ശേഷം ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 21 കാണാൻ പറ്റും. 21 എങ്ങനെ, 10 + 11 എത്ര, 21 അല്ലേ, അപ്പോൾ 21 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പം ഫംഗ്ഷൻ എന്തിനാണെന്ന് മനസ്സിലായി, എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എഴുതാന്നുള്ളത് മനസ്സിലായി. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ബേസിക് കോഡിങ്ങിൽ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഫംഗ്ഷൻ പാരാമീറ്റർ ആർഗ്യുമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. ഓക്കെ, അത് അറിയാത്തവർ ഒന്നും കൂടി പോയി നോക്കണം, മസ്റ്റായിട്ട് നോക്കണം. ഒന്നും കൂടി ഞാൻ ഇവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂ ഇവിടുന്ന് പാസ് ചെയ്യണം, ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഒരു കാൽക്കുലേറ്ററിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഒരു 10 + 20 എന്ന് കൊടുത്തു. ഈ ഒരു കടിക്ക് പല സ്നാക്സിനും പല എന്താണ് പ്രൈസാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വടക്കാണെങ്കിൽ 10 റുപ്യ, ഒരു സമൂസ എടുക്കുമ്പോഴോ 20 റുപ്യ അല്ലെങ്കിൽ 15 റുപ്യ, അങ്ങനെയൊക്കെ മാറും. നമുക്ക് ഔട്ട്പുട്ട് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കണം. ആർക്ക്? ഈ പ്രോഗ്രാമിന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു ഔട്ട്പുട്ടായി നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസ് വരുമ്പോൾ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആർഗ്യുമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ നെയിം എഴുതിയിട്ടുണ്ടാവും, കോൾ ചെയ്യുന്ന ടൈമിൽ പാസ് ചെയ്യുന്ന വാല്യൂസിനാണ് നമ്മൾ എന്താ പറയുക, ആർഗ്യുമെൻ്റ് എന്ന് പറയുക. അവിടെ നിന്ന് ആക്സസ് ചെയ്ത് കിട്ടുന്നതിനാണ് പാരാമീറ്റർ എന്ന് പറയുക. ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, ചില പ്രോഗ്രാമേഴ്സ് എന്താ പറയുകയെന്ന് വെച്ചാൽ എല്ലാത്തിനും പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിനും ആർഗ്യുമെൻറ്റ്സ് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക, രണ്ടാണ്, ഒന്ന് ആർഗ്യുമെൻറ്റ് മറ്റൊന്ന് പാരാമീറ്റർ ആണ്. അപ്പോൾ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആഡ് എന്ന് കൊടുക്കുക, അവിടെ 10 എന്ന് കൊടുത്ത് കോമ പിന്നെ 20 എന്ന് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. ആ വാല്യൂ മാത്രം അവിടെ പ്രിൻ്റ് ചെയ്യും. കണ്ടോ, 21 എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത്. എന്തുകൊണ്ട് 21 എന്നുള്ളത്? ഇനി അത് നമ്മൾ ആക്സസ് ചെയ്യണ്ടേ, കിട്ടണ്ടേ, 10നെ നമ്മൾ 20 എന്നുള്ളതിനെ ആക്സസ് ചെയ്യണ്ടേ. ആക്സസ് ചെയ്യാൻ വേണ്ടി ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുക, A, B എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, എന്റെ വാല്യൂ എന്ത് ചെയ്യും 10 എന്നും ബിന്റെ വാല്യൂ 20 എന്നുള്ളത്, അതായത് ഓർഡർ വൈസിലാണ് പോകുന്നത്. ഇത് ഇവിടെ ആദ്യം എന്താ കൊടുത്തത് അതാണ് ഈ എക്ക് കിട്ടുക. അതായത് എയിൽ എന്താണോ ആർഗ്യുമെന്റ്, ഇപ്പോൾ ബി ആണ്, എൻ്റെ പകരം ബി ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിയുടെ വാല്യൂ 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർഡറിൻ്റെ വൈസിലാണ് പോകുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, 10ന് പകരം ഞാൻ എ എന്ന് കൊടുക്കുന്നു, ഇവിടെ എന്ത് ചെയ്തു 11ന് പകരം ബി എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുക, വീണ്ടും പോയി നോക്കിക്കഴിഞ്ഞാൽ 13 പ്രിൻ്റ് ചെയ്തു. കാരണം എന്താ, 10 20 ആണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ്. ഇനി അതെല്ലാം ഇവിടെ മാറ്റി കൊടുത്താൽ മതി, വാല്യൂസ് മാറ്റുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ 50 എന്നുള്ളത് എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം, 50 എന്നുള്ളത് പ്രിൻ്റ് ആയി. ഓക്കെ, അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്, എന്താ പാരാമീറ്റർ, എങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതുക, ഡിക്ലറേഷൻ, കോളിംഗ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഫംഗ്ഷൻ പല രീതിയിലുണ്ട്, പല ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിലുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ പേരാണ്, ഒന്ന് അനോണിമസ് ഫംഗ്ഷൻ ഉണ്ട്, നെയിംഡ് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആരോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ES6 ശേഷം, ES6 എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം, കാരണം നമ്മൾ വീഡിയോ തന്നെ പ്രോപ്പറായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്, ആ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾക്ക് ഇപ്പോൾ പഠിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പാണ് നെയിംഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. നെയിംഡ് ഫംഗ്ഷൻ പല ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന സംശയങ്ങൾ, അത് നെയിംഡ് ഫംഗ്ഷൻ എന്താ, അനോണിമസ് ഫംഗ്ഷൻ എന്താ, ആരോ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിന്, അതായത് റിയാക്ട്, നോഡ്ജേഴ്സ് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ വരുന്ന ടൈമിൽ, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് വരുന്ന ടൈമിൽ മസ്റ്റായിട്ടും ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് നെയിംഡ് ഫംഗ്ഷൻ എന്താ, അനോണിമസ് ഫംഗ്ഷൻ എന്താ, ആരോ ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ. പല ഫംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിക്കും. അതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതാണ്, ഓരോന്നായിട്ട് നമുക്ക് എന്താ കവർ ചെയ്ത് പോവാം. ആദ്യം നെയിംഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയാം. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നില്ല, അത് പേരിൽ ഉള്ള പോലെ തന്നെ നെയിംഡ്, അതായത് നെയിമുണ്ടോ, ഒരു ഫംഗ്ഷന് നെയിമുണ്ടോ, ആ ഫംഗ്ഷനാണ് നെയിംഡ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ ഫംഗ്ഷൻ ഉണ്ട്, ആഡ് എന്നുള്ള നെയിം ഉണ്ട്, നെയിമിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആ നെയിം വെച്ച് നമ്മൾ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഫംഗ്ഷൻ്റെ പേരാണ് നെയിംഡ് ഫംഗ്ഷൻ. ഇതിനാണ് നെയിംഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല, ഇതിനാണ് നെയിം. അതൊരു ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ നെയിം ഉണ്ടോ, അതിനാണ് നെയിംഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നെയിംഡ് ഫംഗ്ഷൻ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പറയാൻ പോകുന്നത് അനോണിമസ് ഫംഗ്ഷൻ എന്താണ്. ഓക്കെ, അനോണിമസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ അതിന് നെയിം ഇല്ലാത്തൊരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല. ഓക്കെ, അനോണിമസ് ഫംഗ്ഷന് എന്താ വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരു ഫംഗ്ഷനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്താ അനോണിമസ് ഫംഗ്ഷൻ എന്താ പറഞ്ഞുതരാം. അതായത് ഇമ്മീഡിയറ്റ് ഇൻവോക്ക് ഫംഗ്ഷൻ എന്നാണ്, അത് IIF, അത് ഇമ്മീഡിയറ്റ്
ഇൻവോക്ഡ് ഫംഗ്ഷൻ. അതായത് നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് നെയിം, ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റിൽ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇമ്മീഡിയറ്റ് ഇൻവോക്ഡ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതൊരു ഫംഗ്ഷനാണ്, അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യും, അപ്പം തന്നെ കോൾ ചെയ്യാൻ പറ്റും. അതൊരു ഫംഗ്ഷൻ എപ്പോഴാണോ ഡിക്ലറേഷൻ നടക്കുന്നത് അപ്പം തന്നെ അതിനെ കോളിങ് കൂടി എന്ത് ചെയ്യും, നടക്കും. ഓക്കെ, അതിനെ സെപ്പറേറ്റ് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതന്നെ എന്ത് ചെയ്യും, കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതെങ്ങനെയാണ് എഴുതാന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് കൊടുക്കുക. പിന്നെ ഒരു ഫംഗ്ഷൻ നെയിമാണ് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞു എന്താ, അനോണിമസ് ഫംഗ്ഷനിൽ എന്തുണ്ടാവില്ല, നെയിം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു അനോണിമസ് ഫംഗ്ഷനാണ്. ഒരു നെയിം ഇല്ലാത്തൊരു ഫംഗ്ഷൻ കണ്ടാൽ അതെന്താണ്, അതൊരു അനോണിമസ് ഫംഗ്ഷനാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പിന്നെ എന്താ, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, എൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കുക. എന്താണ്, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഫംഗ്ഷൻ കൊടുത്തു. ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അതിൽ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ എന്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഈ ഒരു ഫംഗ്ഷൻ വരുന്ന ഒക്കെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്, ഈ പറഞ്ഞ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ തന്നെ console.log എന്ത് ചെയ്യുന്നു, ഒരു ടെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ്, വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്നുള്ളത് കൊടുക്കുകയാണ്. ഓക്കെ, ട്യൂട്ടോറിയൽ സേവ് ചെയ്തു. സേവ് ചെയ്തതിന് ശേഷം ഇതിനെ കോൾ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് എപ്പോഴാണോ ഡിക്ലറേഷൻ നടക്കുന്നത് അപ്പം തന്നെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. കോൾ ചെയ്യാൻ വേണ്ടി നമ്മളെന്താ പറഞ്ഞ, ഒരു പാരാൻസ് പറഞ്ഞു. അത് മീൻസ് ഒരു 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ് എന്ത്, കോൾ ചെയ്യുന്നത്. അത് അപ്പം തന്നെ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിലാണ് ടോട്ടൽ ഫംഗ്ഷൻ ഉള്ളത്. ആ ഫംഗ്ഷൻ എഴുതി ഡിക്ലറേഷന് ശേഷം അത് അവിടെ തന്നെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കോൾ ചെയ്തിട്ടൊന്നുമില്ല, ഒരു നെയിമും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ നേരെ പോയി നോക്കിക്കഴിഞ്ഞാൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് ട്യൂട്ടോറിയൽ എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അനോണിമസ് ഫംഗ്ഷനാണ്. അനോണിമസ് ഫംഗ്ഷൻ വെച്ചാൽ ഒരു ഫംഗ്ഷൻ വിത്തൗട്ട് നെയിം, അതായത് നെയിം ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് അനോണിമസ് ഫംഗ്ഷനാണ്. ഓക്കെ, പിന്നെ ഇവിടെ പറഞ്ഞത് ഇമ്മീഡിയറ്റ് ഇൻവോക്ഡ് ഫംഗ്ഷനാണ്. ഇമ്മീഡിയറ്റ് ഇൻവോക്ഡ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ അപ്പം തന്നെ കോൾ ചെയ്യണം. അതായത് വേറെ അതിന് നെയിമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നീട് കുറേ കഴിഞ്ഞിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം തന്നെ. ഈ കേസൊക്കെ വരുന്ന എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു OTP സെൻഡാണ്. അപ്പോൾ ഒരു OTP സെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു ടൈമറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 60 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ്, അല്ലെങ്കിൽ കുറച്ച് സെക്കൻഡ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ സെക്കൻഡ്സും മിനിറ്റ്സൊക്കെ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അതിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതായത് ഇമ്മീഡിയറ്റ് ഇൻവോക്ക് ആയിക്കൊണ്ടേയിരിക്കും ആ ഫംഗ്ഷൻ. ഓക്കെ, ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യുന്നത് നിർത്തും. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഫങ്ഷൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വെച്ച് നമ്മളിപ്പോൾ പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, ആ ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ പഠിച്ച ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഈ അനോണിമസ് ഫംഗ്ഷൻ, നെയിംഡ് ഫംഗ്ഷൻ, ഇമ്മീഡിയറ്റ് ഇൻവോക്ഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായി ഒന്ന് നോക്കുക. നോക്കി നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൻ്റെ ലിങ്കിൽ താഴത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കുക. പിന്നെ ഫംഗ്ഷനെ കുറിച്ച് പറയാൻ കുറേ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ഫംഗ്ഷനെ കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് എന്താ ഓരോ വീഡിയോസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.